السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് ഇരുലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ എഫ്എസിന്റെ കുടുംബം കമന്റിൽ സന്തോഷം പറയുന്ന, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ. ഇരുലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്തുൽ ഉലിയ ഉറക്കെ പറഞ്ഞ് മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വ്യാഴാഴ്ച ഏറ്റവും പോരിശയാക്കപ്പെട്ട ഒരു രാവിലേക്ക്, ദിവസത്തിലേക്ക് ചേരാൻ പോകുന്ന ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ മുഹൂർത്തം. ഇന്നത്തെ വ്യാഴാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസിനികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു പ്രയാസമില്ല, ഒരു കഷ്ടപ്പാടുമില്ല. കേട്ടോളൂ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം അബൂ ഹുറൈറ തങ്ങൾ, മഹാനായ സ്വഹാബി വര്യർ, പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്താ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? പരിശുദ്ധമായ വ്യാഴാഴ്ച സമാഗതമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചില പ്രത്യേക മലക്കുകളെ ഈ ഉമ്മത്തിന്റെ ചാരത്തേക്ക് അല്ലാഹു പറഞ്ഞയക്കും. ആ മലക്കുകളുടെ പ്രത്യേകത എന്താ? അവരുടെ കരങ്ങളിൽ പേനയുണ്ടാകും, അതേപോലെ തന്നെ ഒരു ഏടുണ്ടാകും. എന്തോ പ്രത്യേകമായ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വരുന്നത് പോലെ. ഹദീസിൽ പറയുന്നത് സ്വർണത്തിനാൽ മനോഹരമാക്കപ്പെട്ട ചുമ്മ പേനയല്ല, സ്വർണത്തിന്റെ പേനകൾ, അക്ലാമുകൾ അവരുടെ കയ്യിലുണ്ടാവും. മാത്രമല്ല, അത് എഴുതാനുള്ള കടലാസ്, ഏടുകൾ, അതിൻ്റെ മെറ്റീരിയൽ എന്താ? അത് വെള്ളിയുടെ മെറ്റീരിയലാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്നിട്ടോ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവും, അതായത് വ്യാഴാഴ്ച ഇന്നത്തെ പകലും ഇന്നത്തെ മഗ്രിബോടെ കയറി വരുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ, ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാരാ? അവരന്വേഷിച്ചാണ് വരുന്നത്. അവരുടെ പേരുകൾ എഴുതി വെക്കാൻ വേണ്ടി. സ്വലാത്ത് എഴുതി വെക്കാനല്ല, ആരാ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന പേരെഴുതി വെക്കാൻ ഇന്നത്തെ പകലിലും ഇന്നത്തെ രാവിലും സ്പെഷ്യൽ മലക്കുകളെ അല്ലാഹു സ്പെഷ്യൽ റിക്കാർഡിക്കൽ ആയി രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞേക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് പറയുന്നുണ്ട്, യക്തുബൂന യൗമൽ ഖമീസി വലൈലത്തുൽ ജുമുഅത്തി അക്സറന്നാസി സ്വലാത്തൻ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നതാരാണ്? അവരെക്കുറിച്ച് രേഖപ്പെടുത്താൻ വേണ്ടി തീർച്ചയായും അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ മലക്കുകൾ ഇറങ്ങി വരും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, അള്ളാഹു എത്രയേറെ ബഹുമാനത്തോടെയാണ് നമ്മുടെ പേരുകൾ പോലും റെക്കോർഡാക്കി വെക്കാൻ, നമ്മുടെ അമലുകൾ റെക്കോർഡാക്കി വെക്കാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ അഭിമാനത്തോടെ ഒരാൾക്കും കൈമാറാത്തൊരമലായി, മറ്റു അമലുകളെ പോലെ മറ്റൊരാളുടെ ബാധ്യതയുടെ പേരിൽ അമല് കൈമാറേണ്ടി വരില്ല. ഏതമൽ? സ്വലാത്ത്. അത് ഓതിയ സ്വലാത്ത് ചൊല്ലിയാളുടെ പേരിൽ തന്നെ പേര് വെച്ച് സീല് വെച്ച് അത് അടച്ചു വെക്കും, അത് ലോക്ക് ചെയ്യും. എന്നിട്ട് നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ആ സീല് പൊട്ടിച്ച് നമുക്ക് ആ സ്വലാത്തിൻ്റെ പുണ്യം നൽകും. അത്രയേറെ പുണ്യമാണ്. സ്വലാത്തിൻ്റെ ആളുകൾ പരാജയപ്പെടുകയേയില്ല, ഒരു സംശയവും വേണ്ട. സ്വലാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അവർ സ്വർഗാവകാശിയാകും. അപ്പോൾ പല ആളുകളും ചോദിക്കും, നിസ്കാരമില്ലാത്തവനും തോന്നിമാറി നടക്കുന്നവനും സ്വലാത്തുല്ലേ നന്നാകും. കാരണം ഇത് സ്വലാത്താണ്. സ്വലാത്തിന് അങ്ങനെയുള്ള പവറുണ്ട്. സ്വലാത്തുല്ല എല്ലാം മോശക്കാരും സ്വർഗത്തിൽ പോകുമെന്നല്ല. സ്വലാത്ത് നിരന്തരമായി ചൊല്ലുകയാണെങ്കിൽ അവർ മോശക്കാരാവില്ല, അവർ മോശക്കാരായി മരിക്കില്ല, ഈമാനില്ലാതെ മരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. സ്വലാത്ത് കൊണ്ട് ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറും. എല്ലാം ഖൈറായ സംസാരം നന്നാകും, നോട്ടം നന്നാകും, കേൾവി നന്നാകും, അവരുടെ ഇടപെടലുകൾ എല്ലാം നന്നാവും. സ്വലാത്തിൻ്റെ പവറാണ്. അപ്പോൾ സ്വലാത്ത് ആരൊക്കെയാണോ ചൊല്ലുന്നവരുടെ പേരെഴുതാൻ വേണ്ടി സ്പെഷ്യൽ മലക്കുകൾ സ്പെഷ്യൽ റെക്കോർഡുമായി പേനയുമായി ഇവിടെ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പേരെഴുതപ്പെടണം, എൻ്റെ പേര് രേഖയാക്കപ്പെടണം എന്ന് താല്പര്യം നമുക്കൊക്കെ വേണം. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇന്ന് സ്വലാത്ത് കൊണ്ട് നമ്മളൊക്കെ എൻഗേജഡ് ആവണം. ഇന്നത്തെ പകലും ഇന്നത്തെ രാവ് വിശിഷ്യ ഇന്നത്തെ രാവിൽ പ്രത്യേകമായൊരു താല്പര്യം സ്വലാത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കണം. പ്രത്യേകം സുന്നത്താണ്.
പ്രത്യേകം പോലീസുള്ളതാണ്. ഇന്നത്തെ പകലും ഇന്നലത്തെ പകലും മിനിഞ്ഞാന്നത്തെ പകലും എല്ലാം സുന്നത്താണ്. പക്ഷേ ഇന്നത്തെ ഈ പകലിന് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ രാവിന് പ്രത്യേക പോലീസ് അധികരിപ്പിക്കൽ സുന്നത്താണ്. സ്വലാത്ത് പോരാ, കൂടുതലാക്കണം. അപ്പോൾ മിനിമം 300 സ്വലാത്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിലുണ്ടാകണം, മിനിമം. അതിനുവേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചൊല്ലുന്നുണ്ട്, ഓതുന്നുണ്ട്, നമുക്ക് പരിചയമുണ്ട് അല്ലേ? അതിലൊരു കുഞ്ഞു സ്വലാത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുക. മഹാന്മാരായ ഉലമാക്കൾ ഹദീസുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കിതാബിൽ പ്രഗത്ഭമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പരിശുദ്ധമായ സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ കൂലി നോക്കുമ്പോൾ, അതിൻ്റെ പ്രതിഫലം നോക്കുമ്പോൾ ഹദീസിൻ്റെ കിതാബിൽ കാണാം, ഈ സ്വലാത്ത് ഒറ്റവട്ടം ഒരു കുഞ്ഞു സ്വലാത്താണ്, ആത്മാർത്ഥമായി ചൊല്ലുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ 70 മലക്കുകൾ 1000 പ്രഭാതത്തിൽ 1000 സുബഹിൻ്റെ നേരത്ത് ഇതിൻ്റെ കൂലി എഴുതാൻ വേണ്ടി തയ്യാറാകും, മത്സരിക്കും. എന്നിട്ടോ മലക്കുകൾ അവരുടെ ഇതിൻ്റെ കൂലി എഴുതി അവർ തഅബാനാകും, ക്ഷീണിച്ചു പോകും എന്ന് പോലും കിതാബിൽ പരാമർശമുണ്ട്. അത്രയേറെ പവറുള്ള സ്വലാത്താണ്. 70 മലക്കുകൾ 1000 പ്രഭാതത്തിൽ കൂലി എഴുതും. ഒറ്റ സ്വലാത്ത് ഒറ്റ ദിവസം ചൊല്ലുമ്പോൾ ആലോചിച്ച് നോക്കി. ഇത് ഇന്നുണ്ട്, നാളെ ഉണ്ട്, മറ്റന്നാളുണ്ട്. ഫുൾ ടൈം ഈ സ്വലാത്തിന് പവറാണ്. വെള്ളിയാഴ്ച രാവോ വ്യാഴാഴ്ചയോ മാത്രമുള്ളതല്ല, എനി ടൈം എപ്പോൾ ചൊല്ലിയാലും, ഒറ്റവട്ടം ചൊല്ലിയാൽ 1000 പകലിലേക്ക് അതിൻ്റെ കൂലി എഴുതാൻ 70 മലക്കുകൾ ക്ഷീണിച്ചു പോകുന്ന തരത്തിൽ കൂലി എഴുതിക്കൊണ്ടിരിക്കും. അത്ര പവറാണ് എന്ന് കിതാബിൽ കാണാം. അപ്പം ആ സ്വലാത്ത് എന്തായിരിക്കും? ആ സ്വലാത്തിൻ്റെ പവർ എന്താ? അതിൻ്റെ പഠിച്ചാലുള്ള മഹത്വം എന്താ? നമ്മളത് ഓതിയാലുള്ള മഹത്വം എന്താ? നമുക്കൊന്ന് പരിചയപ്പെടാം. സ്വലാത്ത് കേട്ടോളൂ. ഇതാണ് ആ സ്വലാത്ത്. ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലുഹു. എന്താ ഈ സ്വലാത്തിൽ പറയുന്നത്? ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവേ ഞങ്ങൾ കാരണമായി നീ കൂലി കൊടുക്കണേ അല്ലാഹ്. ജസല്ലാഹു, അല്ലാഹുവേ നീ കൂലി കൊടുക്കണം, പ്രതിഫലം കൊടുക്കണം. അന്നാ ഞങ്ങൾ കാരണമായി, ഞങ്ങളെ തൊട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര കൊടുക്കണം? ബിമാ ഹുവ അഹ്ലു, ബിമാ ഹുവ അഹ്ലു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സ്ഥാനത്തിനാണോ അർഹതപ്പെടുത്തുന്നത്, നബി തങ്ങൾ ഏതൊരു സ്ഥാനത്തിലാണോ ഉള്ളത്, ആ സ്ഥാനത്തിന്റെ അർഹതയുടെ, അവിടുത്തെ ബഹുമാനത്തിന്റെ, ആദരവിന്റെ, ഏറ്റവും വലിയ മഹത്വത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹുവേ ഞങ്ങൾ കാരണമായി നീ കൂലി കൊടുക്കണം റബ്ബേ. ഈ ഒരു ദുആ, ഈ ഒരു സ്വലാത്തിന് അത്ര പവറായ കൂലിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഇതിൽ പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ മുസ്ലിമീങ്ങളായത്, നമ്മൾ പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലുന്നത്, ദിക്റ് ചൊല്ലുന്നത്, ഖുർആൻ ഓതുന്നത്, അയൽപക്കത്തെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നത്, സഹായിക്കുന്നത്, ഏതു മതക്കാരനാണെങ്കിലും ഏതു പ്രത്യയശാസ്ത്രക്കാരനാണെങ്കിലും മാനുഷികമായ മൂല്യങ്ങൾ നമ്മൾ പരിഗണിച്ചു കൊടുക്കുന്നത്, അവരെ ആദരിക്കുന്നത്, അതൊക്കെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. അത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മനോഹരമായ ഒരു നിയമമാണ്, ജീവിതമാണ്, രീതിയാണ്, ഇസ്ലാമിൻ്റെ രീതിയാണ്, പുണ്യനബി പഠിപ്പിച്ച രീതിയാണ്. അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. എല്ലാ നന്മകളും, നമ്മുടെ വായിൽ നിന്നൊരു നന്മ വന്നു, നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു നന്മ വന്നു, ആ നന്മയെല്ലാം ഇവിടെ നിന്നാണ്? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിച്ച് നമ്മൾ ചെയ്യുന്ന നന്മയാണ്, അവിടെ നിന്ന് പഠിച്ച നന്മയാണ്, വേറെ ഒന്നും നമുക്കില്ല. അപ്പോൾ എല്ലാം ഖൈറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹുവേ ഞങ്ങൾ കാരണമായി പുണ്യ ഹബീബിന്, ഞങ്ങളുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കൂലി കൊടുക്കണേ അല്ലാഹ്. അവിടത്തിന് അർഹതപ്പെടുത്തുന്ന കൂലി, അത് എത്ര ഞങ്ങൾക്ക് പറയാൻ അറിഞ്ഞൂടാ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നീ കൊടുത്ത സ്ഥാനമാണ്, അത്രയും കൂലി കൊടുക്കണേ അല്ലാഹ്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ 1000 പ്രഭാതത്തിൽ മലക്കുകൾ എഴുതി കൂലി എഴുതി ക്ഷീണിച്ചു പോകും. അത്രയേറെ പവറാണ്. കുഞ്ഞു സ്വലാത്തല്ലേ, കുഞ്ഞു സ്വലാത്തല്ലേ. ഈ സ്വലാത്തൊരു 300 തവണ നമുക്ക് ഇന്നത്തെ പകൽ
ഇന്നത്തെ രാവിൽ നാളത്തെ പകലയ്ക്കായിട്ട് ചൊല്ലിക്കൂടെ പ്രിയപ്പെട്ടവരെ? ഒന്ന് തീരുമാനമെടുക്കും. അല്ലാഹുവേ, ഞാൻ ഇന്നു മുതൽ ചെല്ലാൻ തീരുമാനമെടുത്തു, എന്നെ നീ സഹായിക്കണം. ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു അന്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലുഹു. എത്ര മനോഹരമാണ്! ഒന്ന് ചൊല്ലിക്കൂടെ എല്ലാവർക്കും? അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെല്ലാം ഉസ്താദെ. നിങ്ങൾ കമൻറ്റിലൊന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഈ സ്വലാത്തിൻ്റെ ഒരു ഭാഗവാക്കാകണം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഈ സ്വലാത്ത് കൊണ്ട്, വെള്ളിയാഴ്ച രാവ് കൊണ്ട്, വ്യാഴാഴ്ചയുടെ പകൽ കൊണ്ട് വിജയിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ മരണം അല്ലാഹു പൊരുത്തപ്പെടുന്നൊരു സമയത്ത് നമ്മുടെ ജീവിതം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ നമ്മുടെ ജീവിതം കൃത്യമായി മനോഹരമാക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റട്ടെ. ലക്ഷക്കണക്കിന് സ്വലാത്തിന് ഞങ്ങൾ ഭാഗവാക്കാണ്. ഈ റബീഉൽ അവ്വൽ ആകുമ്പോൾ നമ്മുടെ അൻവാർ ഫജറിന്റെ കുടുംബത്തിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് മദീന മലർവാടിയിലേക്ക് പോകണം. അതിന് ഒരുപാട് ഉപ്പമാർ തയ്യാറെടുത്തു. ഒരുപാട് പേര് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. നമുക്ക് ഈ സന്തോഷത്തിൽ ഒരുമിച്ച് നിൽക്കണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ ഒരുപാട് വട്ടം കാണാനും സ്വലാത്ത് ചൊല്ലുന്നവരുടെ ഫായിദ മഹാന്മാരായ ഉലമാക്കൾ കൃത്യമായി യൂസുഫ് നബ്ഹാനി തങ്ങളെപ്പോലുള്ള ആശിഖീങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? സ്വലാത്ത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് അവരുടെ മരണനേരത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ വലിയ പ്രസൻസ് നമ്മുടെ എല്ലാ മരണത്തിൽ അല്ലാഹു തുറന്നു നൽകട്ടെ. അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഇരുലോക ആഫിയത്ത് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله